മമതാ ബാനർജി എന്ന കുളയട്ടയുടെ കാര്യം ഏകദേശം തീരുമാനത്തിലായി. അവരെ അറസ്റ്റ് ചെയ്യുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ ജയിലിലടക്കുകയോ അവരുടെ രാഷ്ട്രീയം നിൽക്കുകയോ ചെയ്താൽ ഒരു സംശയം വേണ്ട, ബംഗാളിൻ്റെ മുഖപടത്തിൽ പോലും ഒരു സ്ഥലത്ത് മരുന്നിൽ പോലും തൃണമൂൽ കോൺഗ്രസ് കാണില്ല. അത് ഗ്യാരണ്ടിയാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ സിംഗൂരിലും നന്ദിഗ്രാമിലും നടന്ന പ്രക്ഷോഭങ്ങളുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് CPIMൻ്റെ നേതാവായ ബുദ്ധദേവ് ഭട്ടാചാര്യയാണ്. ജ്യോതി ബസു 23 കൊല്ലം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യയാണല്ലോ അവിടെ മുഖ്യമന്ത്രിയായത്. ഭട്ടാചാര്യ വലിയ രീതിയിലുള്ള ലാൻഡ് റിഫോംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനിരുന്നപ്പോൾ ഇവിടെ പാർട്ടിക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന രീതിയിൽ അതിനെ തൃണമൂൽ കോൺഗ്രസ് വലിയ തോതിൽ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം അതിനെ ഒരു സമരായുധമാക്കി 2011 അവർ ശക്തമായി അധികാരത്തിൽ ആദ്യമായി എത്തി. പിന്നെ കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ്. അതിനുശേഷം പിന്നെ കോൺഗ്രസിനെ അടിയും കൊടുത്ത് ഓടിച്ചു. എങ്ങനെയാണ് ഓടിച്ചത് നമുക്കറിയാം. അവരെ തൃണമൂൽ ഗുണ്ടകൾ തന്നെ കൈകാര്യം ചെയ്തു. അങ്ങനെ കോൺഗ്രസ് ഓഫീസുകൾ പലതും പൂട്ടാൻ തുടങ്ങി. അങ്ങനെ കോൺഗ്രസിനെ ശിഥിലമാക്കുന്ന എല്ലാ പ്രവണതയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴും കോൺഗ്രസ് ഇരുന്ന് കക്കയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് ഊറിച്ചിരിക്കുകയാണ്. ആര്? CPM നശിച്ചു പോയെന്നും പറഞ്ഞു. നാണമുണ്ടോ കോൺഗ്രസ്സുകാരെ? നാണം എന്ന് പറഞ്ഞാൽ ഉളുപ്പ് പോലും ഇല്ലാത്തവർ. അതായത് ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് സീറ്റ് വീതം വെച്ചിട്ട് ഇടതുപക്ഷത്തിനിട്ട് തന്നെ കുത്തയാണ്. ഇതാണ് നിങ്ങൾ നന്നാവാത്തത്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് പലയിടത്തും 8 നില പൊട്ടുന്നത് അതുകൊണ്ടാണ്. ഇപ്പം കണ്ടല്ലോ, ദേശീയ നേതാക്കളെല്ലാം കോൺഗ്രസിൽ നിന്ന് BJP പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവസാനം കോൺഗ്രസ് BJP എന്നുള്ളത് നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അന്വർത്ഥമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഒരു സ്ഥിരതയില്ല, നിങ്ങൾക്കൊരു ഐഡിയോളജി ഇല്ല. അത് അവിടെ നിൽക്കട്ടെ. ഇടതുപക്ഷം അവിടെ അതിശക്തമായി തിരിച്ചു വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ അന്താളിപ്പാണ്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് നഖത്തിൻ്റെ ഇടയിൽ വരെ കുഴുത്തിരിമ്പാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് കൃത്യമായും എതിരാളി ആരോ എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും കിട്ടിയിട്ടില്ല, ജന്മനാ ഇല്ല. നിങ്ങളെ പാർട്ടി ചേരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതെന്തോ പ്രത്യേക ഒരു രീതിയിലാണ് നിങ്ങളുടെ യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നിങ്ങളുടെ പാർട്ടി ചേരുന്നവർക്ക് ആർക്കും ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു രീതിയാണ്. കാരണം ശത്രു ആരാണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെ മമതാ ബാനർജിയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ നിങ്ങൾ അവിടെ CPM നശിച്ചു പോയേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്. CPM ഇവിടെ വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായി ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം നോർത്ത് 24 പർഗനാസിലും മുർഷിദാബാദിലും മാൽഡയിലും സർവ്വ സ്ഥലങ്ങളിലും ഹൈ റേഞ്ച് ഏരിയ, അതായത് ഡാർജിലിംഗിലും അസൻസോളിലും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗറയിലും ഹൂഗ്ലിയിലും ഡംഡമിലും മേദിനിപൂരിലും ശക്തമായി തന്നെ CPIM തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിനൊരു പിന്തുണ, ഒരു ധാർമ്മിക പിന്തുണ പോലും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ നിങ്ങളുടെ സഖ്യകക്ഷിയായി ഇടതുപക്ഷം നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിചാരം എന്ന് പറയുന്നത് ബാക്കി എല്ലാത്തിനെയും ഒതുക്കി നിങ്ങൾക്കങ്ങ് ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് മമതയ്ക്കറിയാം. ഒരു കാലത്ത് അവർ നന്നായി അറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള പകയും അവർ 2011 മുതൽ ഈ കണ്ട കാലം വരെ ഉന്മൂലന സിദ്ധാന്തത്തിലൂടെ എല്ലാം അടിച്ചൊതുക്കുകയായിരുന്നു. അവരെ ഉടുമ്പ് പോലെ പിടിച്ചു കയറിയിരിക്കുകയാണ്. ഇനി മരണം വരെ അവർ മാത്രം മതി എന്നുള്ള രീതിയിൽ ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ട്, ബൂത്ത് പിടിച്ചുകൊണ്ട്, അക്രമം നടത്തിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് മുൻ ഗവർണറായ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ തൊഴുതുകൊണ്ട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾ അക്രമ രാഷ്ട്രീയം വെടിയൂ, നിങ്ങൾ സമാധാന മാർഗത്തിലേക്ക് വരൂ. ആരോടായി പറയുന്നത്? മതം പൊട്ടിക്കുന്ന മതയാനയോടോ? മമതാ ബാനർജിയുടെ ഈ മതം പൊട്ടലും ഈ കാണിക്കുന്ന അക്രമത്തിനുമൊക്കെ മറുപടി പറയാൻ CPIMൻ്റെ ചുണക്കുട്ടികൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അടിയൊക്കെ ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും കൊടുക്കുന്ന സാധനമാണ്. കാത്തിരുന്ന് കണ്ടോ,
അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സഹിയട്ടാൽ ഒരു പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ CPM രണ്ട് കൽപ്പിച്ചാണ്. ഒരുത്തന് മരിക്കാൻ വേണ്ടിയില്ലെങ്കിൽ ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റൂല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ മമതയുടെ അവസാനമായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ അവസാനം അത് CPIM തന്നെ നടത്തും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.